എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് മീൻ ഉപയോഗിച്ചിട്ട് മീൻ വളർത്താമെന്ന് പറയും. മീൻ വറുത്ത് അതിൻ്റെ മുള്ള് കളഞ്ഞ് എടുക്കാം. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, നാളികേരം ചിരകിയത്, തക്കാളി, ഇഞ്ചി, ഒരു ചെറിയ ക്യാരറ്റ്, പച്ചമുളക് 3 കറിവേപ്പില. പിന്നെ ഇതൊക്കെയാണ് മീൻ വളർത്താനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ വളർത്താം. അപ്പോൾ നമുക്ക് പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലാണെങ്കിൽ ഓയിലായിട്ടും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് 3 അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഇതിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് വാടി വരട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ മീൻ വറുക്കുക, മീൻ പീര വറ്റിക്കുക, മീൻ മുളകീശം വയ്ക്കുക, തേങ്ങാപ്പാൽ വയ്ക്കുക, തേങ്ങ അരച്ച് വയ്ക്കുക, കുരുമുളക് ഇട്ട് വയ്ക്കുക, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക. പിന്നെ മീനിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഞാൻ മീൻ വളർത്താം. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ നമുക്കിത് വെറുതെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. നമ്മൾ ചുവന്നുള്ളി, സവോളയുടെ പകരം നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ട് നമ്മൾ വളർത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി കിട്ടും. പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നല്ല നാടൻ ചെറിയ വെളുത്തുള്ളിയുടെ അരിയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒക്കെ, ക്യാരറ്റ് ഒക്കെ ഇത്രയ്ക്ക് മൂത്താൽ മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. നമുക്ക് പച്ചമുളകിൻ്റെ എരിവുണ്ട്, അപ്പോൾ കുറച്ച് മുളകും പൊടി മതി. കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ നമുക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരട്ടെ. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു അരമുറി നാളികേരമാണ്, ചെറിയ മുറിയുടെ അരമുറി നാളികേരം. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നാളികേരത്തിൻ്റെ പച്ചമണവും കൂടി ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടാണ്, നല്ല മുരിഞ്ഞ പോലെ ഫ്രൈ ചെയ്തിട്ടല്ല, ഒരു 3/4 ഭാഗം ഫ്രൈ ചെയ്തിട്ട് നമ്മളത് അടർത്തി മുള്ള് കളഞ്ഞ് അടർത്തി എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നാളികേരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുള്ള് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 250 ഗ്രാം മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ മീൻ നന്നായി നമ്മൾ അടർത്തിയിട്ട പോലെ തന്നെ നന്നായി ഉടയാണ്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ
മീൻ ഇങ്ങനെ കടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി കിട്ടും. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കുക. എന്നിട്ട് ചെറുതീയിലിടാം. അപ്പം നമ്മളെ മീൻ അടർത്തിയത് 2 മിനിറ്റ് നേരം അടച്ചു വെച്ചു. കണ്ട, ഇപ്പം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ്. ഇപ്പം നമുക്കിപ്പോൾ നല്ല നെയ്യുള്ള നല്ല മീൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്ത് മീൻ മേടിച്ചാലും നല്ല രുചിയുള്ള സമയമാണ്. അപ്പോൾ മീൻ കിട്ടുമ്പോൾ മുള്ളൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികളും ഉണ്ടെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും അവർക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒക്കെ കറക്റ്റാണ്. എരിവ്, ഉപ്പ്, പിന്നെ ചെറിയൊരു പുളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ല രുചിയാണ്. ഇനി നമുക്കത് കണ്ട, ഇനി നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ടാം. അങ്ങനെ അങ്ങനെ നമ്മളെ മീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.